പണ്ടൊരു ജർമ്മൻ ഫിലോസഫർ ഉണ്ടായിരുന്നു, അർദൻ ഷോപ്പൻഹോവർ എന്ന് പറയും. ഫിലോസോഫി സർക്കിൾസിലൊക്കെ അറിയപ്പെടുന്ന ഒരാൾ, ഏറ്റവും അറിയപ്പെടുന്ന ഫിലോസഫേഴ്സിൽ ഒരാളാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ ഒബ്സർവ് ചെയ്തപ്പം ഈ പോർക്കുപൈൻസ്, നമ്മുടെ മുള്ളൻ പന്നി എന്ന് പറയും, കുറേ പോർക്കുപൈൻസ് ഒരുമിച്ച് കൂടി, ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു. ആൻഡ് തണുപ്പത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവരൊന്നിച്ചു കൂടി, 4-5 പേര് ഒന്നിച്ചു കൂടി, ശരീരം തമ്മിൽ ഒട്ടത്തക്ക രീതിയിൽ ഒന്നിച്ചു കൂടി. എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ശരീരം തമ്മിൽ മുട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് എടുത്ത് ചാടി, 4 സൈഡിലേക്കും ചാടിയിട്ട് 4 പേരും വേദന കൊണ്ട് പൊളയുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ 4 പേര് ഇങ്ങനെയാണെന്ന് പൊളയുന്നത് ഷോപ്പൻഹോവർ കണ്ടു. അപ്പം അതിൽ നിന്ന് പുള്ളി എഴുതിയത്, ഈ മുള്ളൻപന്നിയുടെ ദേഹത്തെ മുള്ളുകളാണല്ലോ, അപ്പം അത് എത്രയും അടുത്ത് വരുന്നു അപ്പം ആ മുള്ളുകൾ തമ്മിൽ കൊണ്ട് കയറും, 2 പേർക്കും വേദനിക്കാൻ തുടങ്ങും. അപ്പം വേദന വന്നപ്പോൾ മുള്ളൻപന്നികൾ തെന്നി മാറിയപ്പോൾ എന്താണ്, വീണ്ടും ഡിസ്റ്റൻസായി. അപ്പോൾ വീണ്ടും തണുക്കാൻ തുടങ്ങി. വിചാരിച്ച് നമുക്ക് അടുത്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്, ദൂരെ മാറിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇവർ തമ്മിൽ 2 പേരും കൂടെ ചേർന്നൊരു മ്യൂച്വലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ഒരു 2 പേർക്കും വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ ഒരു സേഫ് ഡിസ്റ്റൻസിലേക്ക് വന്നു. ഒത്തിരി ദൂരവുമല്ല, എന്നാൽ ഒത്തിരി അടുത്തുമല്ല. അപ്പം ഷോപ്പൻഹോവർക്ക് അതിലൂടെ മനസ്സിലായത്, ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ പലപ്പോഴും ഒത്തിരി അടുത്ത് കഴിയും. അടുക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും, പക്ഷേ ഒരു വ്യക്തിയുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറി ചെല്ലും. നമുക്ക് എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടാവും റിലേഷൻഷിപ്പിൽ. ഓരോരുത്തരും ഒരു റിലേഷൻഷിപ്പ് കയറുന്ന ഒരു ആവശ്യമുണ്ടാവും. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറുമ്പോൾ അവർക്കത് സഫോക്കേറ്റിംഗ് ആയിരിക്കും. അപ്പം തുടക്കത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ഇവൻച്വലി ആ വ്യക്തിക്ക് തോന്നും ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടുന്നത് സഫോക്കേഷനാണ്. ആ പോർക്കുപ്പൈൻ്റെ മുള്ളു കൊണ്ട് കയറുന്നു, അല്ല അവരിലേക്ക് മുള്ളു കൊണ്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ പഠിക്കുന്നത്, നമ്മൾ ഐഡിയലായിട്ട് നിൽക്കണമെങ്കിൽ നല്ല സ്പേസിൽ നിൽക്കണം, എന്നാൽ ഒത്തിരി സ്പേസ് ആകാനും പാടില്ല. 2 പേര് തമ്മിൽ ചേർന്ന് 2 പേർക്കും ശ്വാസം വിടാൻ തക്ക രീതിയിൽ ഒരു നല്ല ബ്രീത്തിങ് സ്പേസ് ഉള്ള രീതിയിൽ വേണം റിലേഷൻഷിപ്പിൽ നിൽക്കാൻ. അതല്ലെങ്കിൽ 2 പേർക്കും വേദനിക്കും.